മതവിരോധിയായിരുന്ന ജൂലിയന്റെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസും. അപ്പുസ്തലന്മാരായിരുന്ന വിശുദ്ധ യോഹന്നാനോടും വിശുദ്ധ പൗലോസിനോടും പേരിന് സാദൃശ്യമുണ്ടെങ്കിലും അവരുമായി ഈ വിശുദ്ധർക്ക് ബന്ധമില്ല. ആ സമയത്തെ റോമൻ മുഖ്യനും ക്രിസ്ത്യാനികളുടെ ബദ്ധവൈരിയുമായിരുന്ന അപ്രോണിയാനൂസിന്റെ കീഴിൽ ഏതാണ്ട് 362 വിശുദ്ധന്മാരുടെ രക്തസാക്ഷിത്വം സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. തങ്ങളുടെ ഇരട്ട വിജയം കൊണ്ടാണ് ഈ 2 വിശുദ്ധരും ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ഈ ലോകത്തിന്റെ ആദരവിനെയും പ്രകീർത്തിയെയും ത്യജിക്കുകയും അവയെ ഭീഷണികളുടെയും സഹനങ്ങളുടെയും മേൽ വിജയം കൈവരിക്കുകയും ചെയ്തു. ദുഷ്ടരായ നിരവധി പേർ തങ്ങളുടെ അവിശ്വാസത്തിൽ പുരോഗമിക്കുന്നതായി അവർ കണ്ടു. പക്ഷേ അവരുടെ പാപത്തിന്റെ മാതൃകയിൽ ഈ വിശുദ്ധർ പതറിയില്ല. ഭൗതികമായ പുരോഗതികൾ കൊണ്ട് പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷാവിധിക്ക് കാരണമാവുമെന്നാണ് ഈ വിശുദ്ധർ കരുതിയിരുന്നത്. അവരുടെ വിരോചിതമായ ക്ഷമയും അജയമായ നന്മയും വിശ്വസ്തതയും വഴി അവരുടെ യാതനകൾ ദൈവത്തിന് അത്ഭുതകരമായ ഒരു ദൃശ്യവിരുന്നായി മാറി. തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിലിരുന്ന് ദൈവം അവരെ നോക്കുകയും അവരെ ശക്തിപ്പെടുത്തുവാനായി തന്റെ കരങ്ങൾ നീട്ടുകയും അവരുടെ വിജയത്തിന്റെ സന്തോഷകരമായ നിമിഷത്തിൽ അമർത്തിയ കിരീടം അവരുടെ ശിരസിൽ അണിയിക്കുകയും ചെയ്തു. ഈ രക്തസാക്ഷികൾ തങ്ങളുടെ നൈമിഷികമായ യാതനകളുടെ സഹനത്തിലൂടെ അളക്കാനാവാത്ത വിധത്തിൽ ഒരിക്കലും മായാത്ത മഹത്വത്തെ ശേഖരിക്കുകയാണ് ചെയ്തത്.